ഇന്ത്യ അമേരിക്ക വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം കണക്കിലെടുത്ത് നിർണായക നീക്കവുമായി പാകിസ്ഥാൻ. ബലൂചിസ്ഥാനിലെ റെക്കോർഡിക് ഖനിയുടെ വികസനത്തിനായി $100 ദശലക്ഷം വായ്പാ അപേക്ഷയുമായി പാകിസ്ഥാൻ അമേരിക്കയെ സമീപിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായി ശക്തിപ്പെടാനും അതിനു പിന്നാലെ ഇന്ത്യയെ ആക്രമിക്കാനുമുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ തുനിഞ്ഞിറങ്ങുന്നത്. അമേരിക്കയിലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിലാണ് അപേക്ഷ സമർപ്പിച്ചത്. ചെമ്പ് സ്വർണ്ണ ഖനിയിൽ സംസ്കാര പ്ലാന്റും സംഭരണത്തിനുള്ള സൗകര്യവും വൈദ്യുതി ഉൽപാദനവും ഗതാഗതത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാനാണ് ശ്രമം. പണത്തിനു പുറമെ എഞ്ചിനീയറിംഗ്, സംഭരണം, നിർമ്മാണ മാനേജ്മെന്റ് സേവനങ്ങൾ, മൈനിംഗ് ട്രക്കുകൾ, ഫീഡറുകൾ, ഗ്രൈൻഡറുകൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയും പാകിസ്ഥാൻ അമേരിക്കയോട് ചോദിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വാർത്തയോട് പ്രതികരിച്ച മുൻ US ട്രഷറി സെക്രട്ടറി ഇവാൻ എ ഫെയ്ഗൻബോം ചൈനയുടെ അനുഭവം ചൂണ്ടിക്കാട്ടി അപേക്ഷയെ പരിഹസിക്കുകയും ചെയ്തു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ ചൈന പാഴാക്കി കളഞ്ഞ അത്രയും പണം ഇനി അമേരിക്കയും പാകിസ്ഥാനു വേണ്ടി നഷ്ടപ്പെടുത്താൻ ശ്രമിക്കാമെന്നായിരുന്നു പരിഹാസം. അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാൻ ക്രൂഡ് ഓയിൽ വാങ്ങാൻ തീരുമാനിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം ശക്തമാക്കിയിരുന്നു.